PM ശ്രീയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPIയും CPMും തമ്മിലുണ്ടായ തർക്കം തീരുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനും തീരുമാനിച്ചു. ഇളവ് അനുവദിക്കുന്നത് വരെ കരാർ മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഉച്ചയ്ക്ക് ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. വിജിൻ വായാന്തോടുമൊപ്പം സുനിൽ ഐസക്കും വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, ഒടുക്കം തർക്കം തീരുന്നു. എങ്ങനെയാണ് ഇന്നത്തെ സമവായ നീക്കങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് CPI വഴങ്ങിയത്? CPMന്റെ ഇന്നത്തെ പരിഹാര ഫോർമുലകൾ എന്തായിരുന്നു? എന്താണ് ഒടുവിൽ ഫലം കണ്ടത്? ഇനി എങ്ങനെയാണ് നീക്കങ്ങൾ? ഇപ്പോൾ AKG സെന്ററിലെ കൂടിയാലോചനകൾക്ക് ചർച്ചകൾക്ക് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നേതാക്കളും അകത്തേക്ക് കയറിപ്പോയി. ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് യഥാസമയം കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ്. എന്തായാലും ചർച്ച പോസിറ്റീവായിരുന്നു. ചർച്ചയിൽ സമവായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സമവായ ഫോർമുലയായി CPM മുന്നോട്ട് വെച്ചത് അത് ഈ പദ്ധതിയുടെ കരാർ മരവിപ്പിക്കുക, താൽക്കാലികമായി മരവിപ്പിക്കുക, വ്യവസ്ഥകൾ ഒഴിവാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കത്ത് നൽകുക. അത് നേരിട്ട് സംസ്ഥാന സർക്കാർ തന്നെ, വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കത്ത് നൽകും എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇന്നലെയൊക്കെ നൽകിയ വാർത്ത പോലെ തന്നെ ഒരു ഉപസമിതി, അത് മന്ത്രിസഭാ ഉപസമിതി തന്നെ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങൾ പഠിക്കും, പരിശോധിക്കും. അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ എന്ന തീരുമാനത്തിലേക്ക് CPM രാവിലെ തന്നെ എത്തിച്ചേർന്നു. അത് CPI സംസ്ഥാന നേതൃത്വത്തെ തന്നെ അറിയിച്ചു. എന്തായാലും ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് ഈ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജയും ഒപ്പം തന്നെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുമായുള്ള ആശയവിനിമയത്തിൽ പുതിയൊരു ഫോർമുലയ്ക്ക് രൂപം നൽകുകയായിരുന്നു. അതാണ് ഇന്ന് രാവിലെ ചേർന്ന CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ MA ബേബിയും MV ഗോവിന്ദനും PP രാമകൃഷ്ണനുമാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ മന്ത്രിമാർ ഒക്കെ തിരിച്ച് ഇങ്ങോട്ട് എത്തുകയാണ്. എന്തായാലും നിലവിൽ K രാജൻ, PP സുനീർ, ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിയുമായും ഒപ്പം തന്നെ CPM നേതാക്കളുമായും ഒക്കെ കൂടിയാലോചന നടത്തിയത്. അതിനുശേഷമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും അവൈലബിൾ CPI സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതില്ല, ബഹിഷ്കരണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ CPM മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അത് അല്പസമയത്തിനകം ചേർന്ന CPIയുടെ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിനോയ് വിശ്വം വിശദീകരിക്കും. അതിന് CPI സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അംഗീകാരം നൽകും. അതോടുകൂടിയായിരിക്കും ഈ പ്രശ്നപരിഹാരം പൂർണ്ണമാവുക. എന്തായാലും 3:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് CPI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സുനിൽ ഐസക് കൂടി. സുനിൽ, ഒടുക്കം ഇന്ന് നിർണായകമായ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോകുന്നു എന്നതായിരുന്നു രാവിലത്തെ ചിത്രം. അങ്ങനെയെങ്കിൽ പക്ഷേ 9 മണിക്ക് ചേർന്ന CPI അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നു. ഒപ്പം MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് എത്തുന്നു. മുഖ്യമന്ത്രിയുമായി വളരെ സീരിയസ് ആയ ചർച്ചകൾ മറ്റു തലത്തിൽ നടക്കുന്നു. ഏറ്റവും ഒടുക്കം CPI വഴങ്ങിയ ഒരു രീതിയും ശൈലിയും എങ്ങനെയായിരുന്നു? ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ തർക്കം ഇവിടെ പൂർണ്ണമായും തീർന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. സ്റ്റീഫൻ, നമ്മൾ ഇന്നലെ മുതൽ തന്നെ വാർത്ത നൽകിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സമവായ ഫോർമുല രൂപപ്പെട്ടിട്ടുണ്ട്, അത് CPI അംഗീകരിക്കും, അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ഇടത് രാഷ്ട്രീയത്തിനുള്ളിൽ രൂപപ്പെട്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിരിക്കുന്നു. ഇതിൽ ആര് ജയിച്ചു, ആര് തോറ്റു, ആര് വഴങ്ങി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. CPIക്ക് CPM ആണോ വഴങ്ങിയത്, അതെയോ നേരെ തിരിച്ചാണോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു കേരളത്തിലെ CPM നേതാക്കളും CPI നേതാക്കളും ഒക്കെ. അതിന് ദേശീയ തലത്തിലുള്ള നേതാക്കൾ തന്നെ വിഷയത്തിൽ ഇടപെടുന്നു. MA ബേബിയും D രാജയും പലവട്ടം സംസാരിക്കുന്നു. മുഖ്യമന്ത്രി CPI നേതാക്കളെ അങ്ങോട്ടേക്ക് പോയി ആലപ്പുഴയിൽ നിന്ന് കാണുന്നു. ആലപ്പുഴയിലെ കൂടിക്കാഴ്ചയിലാണ് ഒരു ഫോർമുല മുന്നോട്ടേക്ക് വെക്കുന്നത്. അത് നമ്മൾ ഇന്നലേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെക്കാം. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ നിയന്ത്രണത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ. അതുവരെ ഫയൽ നീക്കങ്ങൾ വൈകിപ്പിക്കാം. ഒപ്പം LDF ചർച്ച ചെയ്യാം. ഇതായിരുന്നു മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിനും അതുപോലെ CPIയുടെ മന്ത്രിമാർക്കും മുന്നിൽ വെച്ച
ഫോർമുല നിർദ്ദേശങ്ങൾ. പക്ഷേ അത് CPI അംഗീകരിച്ചില്ല. CPI പറഞ്ഞത് അത് പോരാ, കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെടണം, ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നതായിരുന്നു CPIയുടെ മുന്നിലുണ്ടായിരുന്ന, CPI മുന്നോട്ട് വച്ചിരുന്ന നിർദ്ദേശം. അതിൽ പക്ഷേ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നീട് CPIയുടെയും CPMൻ്റെയും ദേശീയ സെക്രട്ടറിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിലൊരു ധാരണ ഉണ്ടാവുകയാണ്. അതായത് ഒരു സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കാൻ കഴിയില്ല. കത്ത് കൊടുത്താൽ അത് അംഗീകരിക്കില്ല. ഇത് പിന്മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്. അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല, അതൊരു വിഡ്ഢിത്തരമാണ് എന്ന് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ CPIയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെയാണ് ദേശീയ തലത്തിൽ മറ്റൊരു ഫോർമുല ഉരുത്തിരിക്കുന്നത്. അതായത് ഇതിലെ നിർദ്ദേശങ്ങൾ അതിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ കത്ത് നൽകുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് ആ തീരുമാനമാകും വരെ ഇത് മരവിപ്പിക്കണം, ഈ PMC പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ ഫയൽ നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഈ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകുന്ന അടക്കമുള്ള ഒരു തുടർ നടപടികളും സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്ന ഫോർമുലകളിൽ ചിലത്, അതായത് ഒരു മന്ത്രിസഭാ ഉപസമിതി LDFൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. LDF 2-ാം തീയതി വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തിരക്കിട്ട തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനൊടുവിലാണ് CPIയെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. അത് D. രാജയെ തന്നെയാണ് MA ബേബി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MA ബേബിയും MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും LDF കൺവീനറും ഒക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ കേന്ദ്ര തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ സമവായ ഫോർമുല CPMന്റെ സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ചു എന്ന വിവരം D. രാജയെ MA ബേബി തന്നെ അറിയിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും CPI മുന്നോട്ട് വെച്ച ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണം എന്നതായിരുന്നു CPMന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്തായാലും CPI മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ CPM അംഗീകരിച്ചപ്പോൾ CPM മുന്നോട്ട് വെച്ച മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യം CPIയും അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിച്ച ഫോർമുല തീരുമാനമാണ് അല്പസമയം മുമ്പ് മന്ത്രി K. രാജനും ഒപ്പം ബിനോയ് വിശ്വവും കൂടി AKG സെന്ററിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ സാധാരണഗതിയിൽ രാവിലെ 9:00ക്കും 10:00 ഒക്കെ ചേരേണ്ട മന്ത്രിസഭാ യോഗം ഇവർക്ക് കൂടി പങ്കെടുക്കാൻ, അല്ലെങ്കിൽ സമവായ ഫോർമുല തയ്യാറാവുന്നത് വരെ നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നീട്ടിവെച്ച മന്ത്രിസഭാ യോഗം 3:30ക്കാണ് അതിലേക്ക് പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ CPIയുടെ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, അതിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ശരി, സുനിൽ വിജിൻ ബായാന്തോടുമാണ് വിശദാംശങ്ങൾ. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണം വിവാദമായതോടെ വിശദീകരണവുമായി GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള 70 കോടി മുടക്കുമെന്ന് സ്പോൺസർ പറഞ്ഞതറിയില്ലെന്നും സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് കരാറെന്നുമാണ് വിശദീകരണം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ GCDAയുടെ എക്സിക്യൂട്ടീവ് ജനറൽ കൗൺസിൽ യോഗങ്ങളും നടന്നു. 70 കോടി രൂപ എന്ന കണക്ക് ചോദ്യം ചെയ്ത് കരാറുകാരും രംഗത്ത് വന്നു. 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചൂന്നേ. 70 കോടി രൂപ സേവനമായിട്ട് നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ്. ഫിഫ ലെവലിൽ സ്റ്റേഡിയം നവീകരിച്ച് മാർച്ചിൽ കളി നടത്തുമെന്ന് കായികമന്ത്രി ആവർത്തിച്ചു പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് 70 കോടിക്ക് മുകളിൽ ചെലവാകുമെന്ന് സ്പോൺസറും പലവട്ടം പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് GCDA ചെയർമാന്റെ വാദം. സ്പോൺസറുമായല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് കരാറെന്നും ചെയർമാൻ പറയുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്, അത് രേഖാപരമാണ്. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. വിവാദങ്ങൾക്കിടെ GCDA എക്സിക്യൂട്ടീവ് ജനറൽ കൗൺസിൽ യോഗങ്ങളും ചേർന്നു. സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതും തുടർ നീക്കങ്ങളും ചർച്ചയായി. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM നീക്കം. കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ചു കയറുക, എന്തിനാണ് അങ്ങനെ കയറുന്നത്?
അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ ഇത് കാണിക്കുന്നത്. GCD ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധവുമുണ്ടായി. മീഡിയ 1 കൊച്ചി. കലൂർ സ്റ്റേഡിയം നവീകരണം ഏകപക്ഷീയമായി സ്വകാര്യ സ്പോൺസറെ ഏൽപ്പിച്ചത് ചോദ്യം ചെയ്ത് കരാറുകാർ രംഗത്ത്. ടെൻഡർ പോലുമില്ലാതെ നവീകരണം നടത്തുന്നതിൽ ഒരു സുതാര്യതയുമില്ലെന്ന് കരാറുകാർ ആരോപിക്കുന്നു. അർജന്റീനയുടെ മത്സരം നടക്കില്ലെന്ന് ഉറപ്പായ പശ്ചാത്തലത്തിൽ സ്റ്റേഡിയത്തിലെ നവീകരണം നിർത്തിവെക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. GCDയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് ഒരു സർക്കാർ മാനദണ്ഡവും പാലിക്കുന്നില്ലെന്ന് കരാറുകാർ കുറ്റപ്പെടുത്തി. എനിക്കിപ്പോഴും ഇതിൻ്റെ മുകളിൽ റൂഫ് ലൈറ്റിൻ്റെ ഫ്രെയിം വർക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ആൻഡോ അഗസ്റ്റിൻ അതിനെ അവകാശപ്പെടുകയുണ്ടായി, അത് അവരാ നടത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നടത്തുന്ന കോൺട്രാക്ടർ, ടെൻഡർ എടുത്തിട്ട് നടത്തുന്ന കോൺട്രാക്ടർ ഞാനാണ്. ഒന്ന് GCD ഉണ്ട്, മറ്റൊന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു ബോധ്യമില്ല. സ്റ്റേഡിയം നവീകരണം സംബന്ധിച്ച് സ്വകാര്യ സ്പോൺസറുമായി എന്ത് കരാറാണ് ഉള്ളതെന്ന് വെളിപ്പെടുത്താൻ GCDക്ക് ബാധ്യതയുണ്ടെന്ന് AIYF പ്രതികരിച്ചു. സ്വകാര്യ സംരംഭകരുമായി GCDയും സർക്കാരും ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാരും GCDയും തയ്യാറാണമെന്നാണ് AIYF ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. മരം മുറിയായ്മ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു. അന്താരാഷ്ട്ര മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം. മീഡിയ 1 കൊച്ചി. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ പ്രതിഷേധം അറിയിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാനല്ല, ഉൾപ്പെടുത്താനാണ് ശ്രമമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മീഡിയ 1 പറഞ്ഞു. സംസ്ഥാനത്ത് SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. പിന്നാലെ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഇതിനു പിന്നാലെയാണ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിക്കും. രേഖകളില്ലാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കാൻ സഹായിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ 1 പറഞ്ഞു. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാ പാർട്ടി ആൾക്കാരോട് നമ്മൾ പറയാൻ പോകുന്നത്. അവരുടെ കയ്യിലെ രേഖകളില്ല, നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് രേഖ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യഘട്ട യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നടപടികൾ സംസ്ഥാനത്ത് നീട്ടിവെക്കണമെന്നും റേഷൻ കാർഡ് തിരിച്ചറിയൽ രേഖയാക്കാൻ അനുവദിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിയതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം അറിയിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. നവംബർ 4-നാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. ഫ്രഷ് കട്ടിനെതിരായ സമരത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കെ പ്രദേശത്ത് പ്രതിഷേധം തുടരുന്നു. ജനപ്രതിനിധികളെയും സമരസമിതി പ്രതിനിധികളെയും വിളിക്കാത്ത യോഗത്തിന് പിന്നിൽ ദുരുദ്ദേശം സംശയിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നരിക്കുനി മീഡിയ 1 പറഞ്ഞു. അതിനിടെ സമരം തുടരണം എന്ന ആഹ്വാനവുമായി കേസിലെ 1ാം പ്രതിയും DYFI നേതാവുമായ T മെഹ്റൂഫ് FBയിൽ പോസ്റ്റിട്ടു. ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയും അതിനെ തുടർന്നുള്ള പോലീസ് നടപടികൾ പ്രദേശത്ത് ആശങ്കയുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ സർവകക്ഷി യോഗം വിളിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ ജില്ലാ ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്ത സമരസമിതിയുടെ പ്രതിനിധികളെയോ പ്രദേശത്തെ ജനപ്രതിനിധികളെയോ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. പ്രദേശത്തെ സാഹചര്യം നന്നായി അറിയുന്നവരെ ഒഴിവാക്കി യോഗം നടത്തുന്നതിനെതിരെ വിമർശനം ശക്തമാണ്. ഫ്രഷ് കട്ടിനെ അവിടെ നിലനിർത്തുക, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുണ്ടായത്. ഈ സർവകക്ഷി യോഗത്തിന്റെ ഒരു സ്ട്രക്ചർ കൂടെ കാണുന്ന നിലയിൽ നമ്മൾ അങ്ങനെ തന്നെ സംശയിക്കുന്നുണ്ട്. അവിടെ സമാധാനം തകർക്കുന്നത് പോലീസാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലാണ് ഈ ചെയ്യുന്നത്. ഈ ക്രൂരത അവസാനിക്കാത്ത കാലത്തോളം യാതൊരു സമാധാന ചർച്ചയും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം സ്ഥലം സന്ദർശിച്ചു. പ്രദേശവാസികളുമായി സംസാരിച്ചു. സർവകക്ഷി യോഗം കളക്ടർ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ പോലീസിന്റെ റെയ്ഡ് അവസാനിപ്പിക്കാതെ ഒരു മധ്യസ്ഥ സംസ്ഥാനത്തിനും ഞങ്ങളില്ല എന്ന് മുസ്ലിം ലീഗും UDFും പറയാൻ പോവുകയാണ്. സംഘർഷ കേസിലെ 1ാം പ്രതിയും DYFI നേതാവുമായി T മെഹ്റൂഫ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമരം തുടരാൻ ആഹ്വാനം ചെയ്തു. ഒരു തുള്ളി രക്തമോ ഒരു തുണ്ട് മാംസമോ ശേഷിക്കുന്നതുവരെ പോരാട്ടം തുടരുക എന്നാണ് വരികൾ. ഫ്രഷ് കട്ട് ആക്രമിച്ചത് സമരസമിതിയല്ലെന്നും പോസ്റ്റിൽ പറയുന്നു. സമരം ചെയ്യുന്ന പ്രദേശവാസികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താമരശ്ശേരിയിൽ നിന്ന് വ്യാപാരികൾ കടകളടച്ചു.
സമരവുമായി ബന്ധപ്പെട്ട വീടുകളിൽ വ്യാപാരികൾ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു. താമരശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനസദസ്സ് എം.എൻ. കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവുമായി വൈകാതെ തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ 5 ദേവസ്വം ബോർഡുകളും പിരിച്ചുവിടണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബു. 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റാന്നി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യം ഒറ്റയ്ക്കും പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയിരുത്തിയും ചോദ്യം ചെയ്തു. തട്ടിപ്പിനെക്കുറിച്ച് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. കേസിലെ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരെ ഉടൻ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ കിട്ടിയാൽ അറസ്റ്റിലേക്ക് കടന്നേക്കും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. ദേവസ്വം ബോർഡുകൾ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കും വിധം ദേവസ്വം ബോർഡുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാനാവില്ലെന്നും യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി വിമർശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ഒയാസിസ് മദ്യ കമ്പനിക്ക് കെട്ടിട നിർമ്മാണത്തിനുള്ള വെള്ളം നൽകുന്നത് CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത്. കോരയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകി. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പഞ്ചായത്തിലെ വെള്ളം മറ്റാവശ്യങ്ങൾക്ക് നൽകരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനായി വെള്ളം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ഒയാസിസ് കമ്പനി CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിനെ സമീപിച്ചത്. കോരയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് മൈനർ ഇറിഗേഷന് NOC നൽകാൻ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ് കോൺഗ്രസ് മെമ്പർമാർ ആരോപിക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് സാധാരണഗതിയിൽ ഇത് കത്തുകൊണ്ടുവന്നാണ് CPM-ന്റെ മെമ്പർമാർ പോലും ഇതിനെ എതിർക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം കിഴക്കൻ മേഖലയിൽ ഇനിയും കുടിവെള്ളം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോരയാർ പുഴയിൽ നിന്ന് ഒയാസിസ് കമ്പനി വെള്ളം കൊണ്ടുപോയാൽ വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാകുമെന്നാണ് ആശങ്ക. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഒയാസിസിന് അനുമതി നൽകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചതെന്ന വിമർശനവുമുണ്ട്. ഒയാസിസിന്റെ അപേക്ഷ ലഭിച്ച് 11ാം ദിവസം അനുമതി നൽകിയതിനെക്കുറിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വിശദീകരണം ഇങ്ങനെ: പുതുശ്ശേരി പഞ്ചായത്തല്ല കോരയാർ പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് NOC കൊടുത്ത് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപനം നമുക്ക് ഈ ഒയാസിസ് പറയുന്ന സ്ഥാപനം NOC ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനനുമതിയാണ് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത്. പുതുശ്ശേരി പഞ്ചായത്തിലെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിരവധി വ്യവസായശാലകൾ ഉണ്ടെങ്കിലും കോരയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ അനുമതി നൽകിയിട്ടില്ല. പുതുശ്ശേരിയിൽ നിന്നും വെള്ളം ടാങ്കറിൽ എലപ്പുള്ളിയിൽ എത്തിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പഞ്ചായത്തിലുള്ള മദ്യനിർമ്മാണശാലയ്ക്കായി വെള്ളം നൽകുന്നതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. BJP പ്രവർത്തകർ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ നാളെ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് അടിയന്തര ഭരണസമിതി യോഗം 2 മണിക്ക് ചേരും. ഒയാസിസ് കമ്പനിക്കെതിരായ നടപടികൾ തീരുമാനമാക്കുക മാത്രമാണ് ഭരണസമിതി യോഗത്തിന്റെ അജണ്ട. പുതുശ്ശേരി പഞ്ചായത്ത് ഒയാസിസിന്റെ കെട്ടിട നിർമ്മാണത്തിന് വെള്ളം നൽകാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നും എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നീങ്ങുന്നു. മിൽ ഉടമകൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യത സർക്കാർ ഇടപെട്ട് പരിഹരിക്കാമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നാളെ മുതൽ നെല്ല് സംഭരിക്കുന്ന കാര്യത്തിൽ വൈകിട്ടോടെ മിൽ ഉടമകൾ അന്തിമ തീരുമാനമെടുക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് മന്ത്രി P. പ്രസാദും പ്രതികരിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനായി മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന പുതിയ സമിതി ഉണ്ടാക്കാൻ ഹൈക്കമാൻഡ് ആലോചന. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡുമായി ഇന്നലെ നടന്ന ചർച്ചയിലാണ് തീരുമാനം. തിരുവനന്തപുരം മാത്രമായി പുതിയ DCC അധ്യക്ഷനെ നിയമിക്കാനും ആലോചനകൾ നടക്കുന്നു. നിലവിലെ തിരുവനന്തപുരം DCC അധ്യക്ഷൻ ശക്തൻ നാടാർ ചുമതലയിൽ താൽപര്യം കാണിക്കാത്തതിനെ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ ഒരുങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ച ചെമ്പഴന്തി അനിലിന്റെ പേരിനോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും പുറംതിരിഞ്ഞു നിന്നതോടെയാണ് അധ്യക്ഷമാറ്റം നേരത്തെ അവതാളത്തിലായത്. ചെമ്പഴന്തി അനിലിന്റെ പേരിൽ VD സതീശൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ നിന്നും ഒറ്റ പേര് നൽകിയാൽ ഹൈക്കമാൻഡ് ഉടനടി നിയമനം നടത്തും. അതേസമയം മറ്റു ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പുതിയ സമിതിയെ നിയോഗിക്കും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും KPCC ഭാരവാഹികളുടെയും നേതൃപ്പെരുപ്പം മൂലമാണ് പുതിയ സമിതി. KPCC അധ്യക്ഷൻ, വർക്കിംഗ് പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ PCC അധ്യക്ഷന്മാർ എന്നിവർ സമിതിയിലുണ്ടാകും. KPCC സെക്രട്ടറി എക്സിക്യൂട്ടീവ് പട്ടിക വേഗത്തിലാക്കാനും നേതാക്കൾക്കിടയിൽ ഇന്നലെ ധാരണയായി.
ഒരാഴ്ചയിലധികം വൈകിയാൽ പട്ടിക വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്ന് ചില നേതാക്കൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഡി ധനസുമോത്, മീഡിയ 1, ഡൽഹി. ശിരോവസ്ത്രം വിലക്കിയത് മൂലം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നിന്നും TC വാങ്ങിയ 8ാം ക്ലാസ്സുകാരി മറ്റൊരു സ്കൂളിൽ പഠനം തുടങ്ങി. പള്ളുരുത്തിയിൽ തന്നെയുള്ള മറ്റൊരു സ്കൂളിലാണ് വിദ്യാർത്ഥിനി പ്രവേശനം നേടിയത്. ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ശിരോവസ്ത്രം ധരിച്ച് തന്നെ മകൾ പുതിയ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പിതാവ് അനസ് ഫേസ്ബുക്കിൽ കുറിച്ചു. മകളുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു കലാലയത്തിലേക്കാണ് അവൾ പോകുന്നത്. ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ ബലമില്ലാത്ത തനിക്കൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും അനസ് ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂർ കുതിരാനിൽ കാട്ടാനയുടെ ആക്രമണം. ഇരുമ്പ് പാലത്തിന് സമീപം ഫോറസ്റ്റ് വാച്ചർ ബിജുവിനെയാണ് ആന ആക്രമിച്ചത്. പരിക്കേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. കാട്ടാന ശല്യത്തിന് അധികൃതർ പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അഴിമതി നടന്നാലും കുഴപ്പമില്ല എന്നാണോ സർക്കാർ നിലപാടെന്ന് കോടതി. തിരുവനന്തപുരം വിതുരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം. ദൗത്യം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ. പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. മരിച്ചത് വെള്ളപ്പാടം സ്വദേശി ഇന്ദിര. ഭർത്താവ് വാസു പിടിയിൽ. കൊലപാതക കാരണം കുടുംബ വഴക്കെന്ന് സൂചന. കൊല്ലം കൊട്ടിയത്ത് രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു. 3 അംഗ സംഘത്തിന്റെ ആക്രമണം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചു. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ ആശുപത്രി ചെലവ് നാഷണൽ ഹൈവേ അതോറിറ്റി വഹിക്കും. പുനരധിവാസം ചർച്ച ചെയ്യാൻ കലക്ടർ നേതൃത്വത്തിൽ യോഗം വെള്ളിയാഴ്ച. സ്വർണ്ണവില